നമസ്കാരം. ഞാൻ ഡോക്ടർ റോബിൻ മാത്യു, ബിഹേവിയറൽ സൈക്കോളജിസ്റ്റ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വിഷയം, എന്തുകൊണ്ടാണ് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത്? സ്വന്തം ജീവൻ സംരക്ഷിക്കുക എന്നത് ഏത് ജീവവർഗത്തിൻ്റെയും പരമപ്രധാനമായ അടിസ്ഥാന വാഞ്ചയാണ്. എന്നാൽ ആ ജീവനെ സ്വയം നശിപ്പിക്കുക എന്നത് ഏറ്റവും ഹീനവും നിരാശജനകവുമാണ്. ഇന്ത്യയിൽ ആത്മഹത്യാ നിരക്ക് പ്രത്യക്ഷമായ രീതിയിൽ കൂടിയാണ് വരുന്നത്. ഒരു വർഷം ഭാരതത്തിൽ 1,35,000 പേരാണ് ആത്മഹത്യ ചെയ്യുന്നത്. പോണ്ടിച്ചേരി, തമിഴ്നാട്, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ആത്മഹത്യാ നിരക്ക് വളരെ കൂടുതലാണ്. ആത്മഹത്യയ്ക്ക് പിന്നിലെ പ്രേരകങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആത്മഹത്യയിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കുന്ന കാരണങ്ങളെ പ്രധാനമായും രണ്ടായി തിരിക്കാം. ഒന്ന്, ജീവിത പ്രശ്നങ്ങളുടെ സമ്മർദ്ദം. 2, മനോരോഗ പ്രേരകം. ജീവിത പ്രശ്നങ്ങളുടെ സമ്മർദ്ദം ആദ്യം നോക്കാം. ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളും ദുരന്തങ്ങളും താങ്ങാൻ സാധിക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അതിനെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ സാധിക്കാതെ വരുമ്പോൾ, അതിനോടുള്ള പ്രതികരണമായി ധാരാളം പേർ ജീവൻ അവസാനിപ്പിക്കാറുണ്ട്. സാമ്പത്തിക ഭാരം, കടബാധ്യത, ദാമ്പത്യ പ്രശ്നങ്ങൾ, ജീവിത പരാജയങ്ങൾ, ദാരിദ്ര്യം, രോഗങ്ങൾ, പ്രിയപ്പെട്ടവരുടെ മരണം, പ്രണയനൈരാശ്യം, ഏകാന്തത, തൊഴിലില്ലായ്മ, അപമാനം, അങ്ങനെ നീളുന്നു ജീവിത പ്രശ്നങ്ങൾ. മനോരോഗങ്ങളും ആത്മഹത്യയും. ആത്മഹത്യ ചെയ്യുന്ന 90% ആളുകളിലും വിഷാദരോഗം അല്ലെങ്കിൽ ഡിപ്രഷനോ മറ്റനുബന്ധ മനോരോഗങ്ങളുടെ ചരിത്രമോ ഉണ്ടായിരിക്കുമെന്നാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് അമേരിക്ക പുറത്തുവിടുന്നത്. പലപ്പോഴും ഈ മനോരോഗങ്ങൾ നമ്മുടെ നാട്ടിൽ പുറത്തറിയപ്പെടാതെ പോവുകയോ ചികിത്സ തേടാതെ മൂടി വയ്ക്കുകയോ അല്ലെങ്കിൽ വിശ്വാസ ചികിത്സകരുടെ ഇടപെടലുകൾ കൊണ്ട് വഷളാവുകയോ ചെയ്യുകയാണ് പതിവ്. മനോരോഗം മറ്റേത് ശരീരരോഗവും പോലെ ആർക്കും വരാവുന്ന, എപ്പോൾ വേണമെങ്കിലും വരാവുന്ന ഒന്നായി കരുതി ചികിത്സ തേടുക തന്നെ വേണം. പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും ദുരന്തങ്ങളും ഇപ്രകാരം മനോരോഗ ബാധിതർക്ക് ആത്മഹത്യയിലേക്കുള്ള അനുകൂല ഘടകമായി വർത്തിക്കുന്നു. ആത്മഹത്യാ പ്രവണത ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മുൻകരുതലുകളും. ആത്മഹത്യ പ്രവണതയുള്ള ആളുകളെ എങ്ങനെ തിരിച്ചറിയാം? എന്തെല്ലാം മുൻകരുതലുകളാണ് അവരുടെ കാര്യത്തിൽ നാം സ്വീകരിക്കേണ്ടത്? ഒരാൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് എന്നൊറ്റ കാരണം കൊണ്ട് മാത്രം അയാൾ ആത്മഹത്യ ചെയ്ത് കളയുമെന്ന് കരുതാനാവില്ല. പക്ഷേ നിങ്ങളുടെ സുഹൃത്ത് അല്ലെങ്കിൽ ബന്ധു ഈ ലക്ഷണങ്ങൾ, താഴെ പറയുന്ന ലക്ഷണങ്ങൾ ഉള്ള ആളാണോ എന്ന് നിരീക്ഷിക്കുക. മരണത്തെപ്പറ്റി സദാസമയവും ചിന്തിക്കുകയും മരണത്തെ സൗന്ദര്യവൽക്കരിച്ച് സംസാരിക്കുകയും ചെയ്യുക. വിഷാദരോഗം അല്ലെങ്കിൽ ഡിപ്രഷൻ. കടുത്ത നിരാശ, ഒന്നിലും താല്പര്യമില്ലാതാവുക, ശൂന്യതയിലേക്ക് കണ്ണുനിട്ടിരിക്കുക, ഉറക്കമില്ലായ്മ, ഭക്ഷണത്തോടുള്ള വിരക്തി, സെക്സിനോടുള്ള വിരക്തി, സംസാരവും മറ്റ് പ്രവൃത്തികളും കുറയുക, വെറുതെ ഇരിക്കുക. മരണത്തെ സ്നേഹിച്ചു തുടങ്ങുക. മരണത്തിലേക്ക് നയിക്കുന്ന പ്രവൃത്തികളിൽ കൂടുതൽ ആകൃഷ്ടനാകുക. ഉദാഹരണം, അതിവേഗം വണ്ടി ഓടിക്കുക, വെള്ളച്ചാട്ടങ്ങൾ, ഉയരമുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഹൈലി റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ താല്പര്യം കാണിക്കുക, മമത കാണിക്കുക. തന്നെക്കൊണ്ട് ഇനി ഒന്നിനും കൊള്ളില്ല, താൻ ഇനി ഒന്നിനും പ്രാപ്തനല്ല എന്ന് വിശ്വസിക്കുകയും അത് ആവർത്തിച്ച് പറയുകയും ചെയ്യുക. തൻ്റെ പ്രവൃത്തികളിലൊക്കെ എന്തോ ഒരു ഉദ്ദേശമുണ്ട് എന്നുള്ള സൂചന നൽകുക. ഞാൻ ജനിക്കേണ്ടിയിരുന്നില്ല എന്നും എനിക്ക് രക്ഷപ്പെടണമെന്നും തുടർച്ചയായി പറയുക. നിരാശയും ദുഃഖവും പെട്ടെന്ന് മാറി ശാന്തനായും സന്തോഷവാനുമായും കാണപ്പെടുന്നെങ്കിലും അദ്ദേഹത്തെ ശ്രദ്ധിക്കുക. ആളുകളെ സന്ദർശിക്കുക, ഫോണിൽ വിളിക്കുക, എന്നിട്ട് ഞാൻ പോവുകയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആ ഓട്ടം പൂർത്തിയാക്കി, അല്ലെങ്കിൽ എനിക്കിനി ജീവിതത്തോട് താല്പര്യമില്ല, ഇങ്ങനെയുള്ള ഹിൻറ്റുകൾ നൽകുക. അല്ലെങ്കിൽ താൻ ദൈവസന്നിധിയിൽ വേണ്ടപ്പെട്ടവനാണെന്നോ, തനിക്ക് തിരിച്ചു പോകുവാൻ സമയമായെന്നോ, അല്ലെങ്കിൽ ഈ ലോകത്തെ ജീവിതം അവസാനിക്കേണ്ട സമയമായെന്നോ, മറ്റുള്ള ജീവിതത്തിലേക്ക് എത്തപ്പെടേണ്ട സമയമായോ
എന്നുള്ള ആത്മീയമായിട്ടുള്ള പരിവേഷണം നൽകി കാര്യങ്ങൾ അവതരിപ്പിക്കുക. അതും തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ്. മേൽപ്പറഞ്ഞ ഏതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങളുടെ സുഹൃത്തോ ബന്ധുവോ കാണിക്കുന്നെങ്കിൽ തീർച്ചയായും ജാഗരൂകനാവുകയും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും ഏറ്റവും പെട്ടെന്ന് ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ അടുത്തോ അല്ലെങ്കിൽ മനോരോഗ ആശുപത്രിയിലോ എത്തിക്കുക. ആത്മഹത്യ പ്രവണത ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വ്യക്തി ആത്മഹത്യയെക്കുറിച്ച് സംസാരിക്കുകയും ആ ആശയം മനസ്സിൽ താലോലിക്കുകയും ചെയ്യുന്നു എന്ന് തോന്നിയാൽ ആ വ്യക്തിയെ നിരീക്ഷിക്കുക. അയാൾക്ക് പറയുവാനുള്ളത് വ്യക്തമായി നിങ്ങൾ ശ്രവിക്കുക. എന്താണ് അയാളുടെ പ്രശ്നമെന്നും എന്താണ് അയാളുടെ ചിന്താധാരയെന്നും ഏത് തരത്തിലാണ് അയാൾ മരിക്കാൻ ആഗ്രഹിക്കുന്നതെന്നും മനസ്സിലാക്കുക. അയാളെ പരിഹസിക്കുകയോ വാദിച്ചു തോൽപ്പിക്കുകയോ അയാളുമായി വാഗ്വാദത്തിൽ ഏർപ്പെടുകയോ ചെയ്യരുത്. നിങ്ങൾ അയാളെ വിലമതിക്കുന്നു എന്ന് അദ്ദേഹത്തെ കൊണ്ട് മനസ്സിലാക്കിയെടുക്കുക. നിങ്ങൾ അദ്ദേഹത്തെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അയാളെ ബോധ്യപ്പെടുത്തുക. തീർച്ചയായും ഒരു മനഃശാസ്ത്രജ്ഞൻ്റെയോ സന്നദ്ധ സംഘടനകളുടെയോ സഹായം സ്വീകരിക്കുക. ഒരു കാരണവശാലും മനോരോഗമോ അല്ലെങ്കിൽ ആത്മഹത്യാ പ്രവണതയുള്ള ഒരു വ്യക്തിയെ നിസ്സാരമായി കരുതരുത്. ആത്മഹത്യാ പ്രവണത തീർച്ചയായും ആത്മഹത്യയിലേക്ക് തന്നെ നയിക്കും. ആത്മഹത്യയുടെ പരിണിത ഫലം നോക്കുക. ഏത് തരത്തിലുള്ള മരണം ഉണ്ടാക്കുന്നതിലും ആഴത്തിലുള്ള മുറിവ് ഉറ്റവർക്ക് നൽകിയിട്ടാണ് ആത്മഹത്യ ചെയ്യുന്നവർ കടന്നു പോകുന്നത്. ജീവിതകാലം മുഴുവൻ ഉറ്റവരെ ജീവിച്ചിരിക്കുന്നവരെ കാർന്നു തിന്നുന്ന വേദനയായി ഇത്തരത്തിലുള്ള മരണം അവശേഷിക്കും. ആത്മഹത്യക്ക് സമൂഹത്തിലുള്ള കളങ്കം, അകാലത്തിൽ തങ്ങളെ മനഃപൂർവ്വം ഉപേക്ഷിച്ച് പോയതിനുള്ള ദേഷ്യം, ദുഃഖം, നിരാശ, ഭയം, ആശയക്കുഴപ്പങ്ങൾ ഇവയെല്ലാം ജീവിച്ചിരിക്കുന്ന ബന്ധുക്കളെ മരണം വരെ പിന്തുടരും. മരിച്ചവർ മരിച്ചു, പക്ഷേ മരണത്തിന് ശേഷം ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്കാണ് സ്ഥായിയായി നീണ്ടു നിൽക്കുന്ന ബുദ്ധിമുട്ടുണ്ടാവുക. സഹജീവിയുടെ ജീവനെ സംരക്ഷിക്കാനുള്ള ദൗത്യത്തിൽ നമുക്ക് സജീവമാകാം. മറ്റുള്ളവരെ ശ്രവിക്കുക, മനസ്സിലാക്കുക, ഒന്ന് ക്ഷമിക്കുക, പറ്റുമെങ്കിൽ ഒരു കൈത്താങ്ങ് നൽകുക. പലപ്പോഴും നിങ്ങൾക്ക് ഒരു ക്ഷമ പറയുന്നത് കൊണ്ട് തീരാവുന്ന പ്രശ്നങ്ങളായിരിക്കും ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുക. ഉത്തരം പറയുവാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുക. ആളുകളെ കേൾക്കുവാൻ വേണ്ടി, എന്താണ് അദ്ദേഹത്തിന് പറയുവാനുള്ളത് എന്ന് കേൾക്കുവാൻ വേണ്ടി, മനസ്സിലാക്കുവാൻ വേണ്ടി ശ്രമിക്കുക. മനോരോഗങ്ങളെ തുടക്കാവസ്ഥയിൽ തന്നെ കണ്ടെത്തി ചികിത്സിക്കുക. ശരീരത്തിൻ്റെ രോഗം മനസ്സ് എന്നൊന്ന് ഇല്ല, അത് മസ്തിഷ്കമാണ്. മസ്തിഷ്കം ശരീരത്തിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് തന്നെ മനോരോഗം ശരീരരോഗമാണെന്ന് കരുതുക. ഒരു ജലദോഷം വന്നാൽ, അല്ലെങ്കിൽ ഹാർട്ടിനൊരു പ്രശ്നം വന്നാൽ, ലങ്സിനൊരു പ്രശ്നം വന്നാൽ ഡോക്ടറെ കാണുന്നത് പോലെ നിങ്ങളുടെ ബ്രെയിനൊരു പ്രശ്നം വന്നാൽ നിങ്ങൾ ഡോക്ടറെ കാണുക. അതായത് മനോരോഗത്തിന് ആത്മീയ തലമോ താത്വിക ലെവലോ ഒന്നുമില്ല. വിശ്വാസ ചികിത്സകരെ അല്ല നിങ്ങൾ കാണേണ്ടത്. ഇത് ഒരു മനോരോഗം ശരീരരോഗമാണെന്ന് കരുതി ഒരു സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെയോ തന്നെ കരുതുക. ആത്മഹത്യ തീർച്ചയായും ഒരു വലിയ പരിധിവരെ തടയുവാൻ സാധിക്കുന്ന ഒരു സാമൂഹ്യ വിപത്ത് തന്നെയാണ്. നന്ദി.